രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആ പെണ്ണുമ്പിള്ള അത്രയും പറഞ്ഞിട്ടും ചേച്ചി ഒരു അക്ഷരം തിരിച്ചു പറയാതെ വന്നോ? പറ ചേച്ചി. പിന്നെ അവൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കി വെക്കണോ? സാവിത്രി ഇത്രയും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? നിന്റെ അച്ഛൻ തന്നെയല്ലേ? നാട്ടിലുള്ളവർക്കെല്ലാം ഉപകാരം ചെയ്യാനായിട്ട് നടന്ന് കുടുംബം വെളുപ്പിച്ചു. പകരം നല്ലവനെന്നുള്ള പേര് കിട്ടിയതല്ലാതെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്? കെട്ടിച്ചു വിടാൻ പ്രായമുള്ള 2 പെൺകുട്ടികൾ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ ആരെങ്കിലും നടക്കുവോ? ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത അച്ഛനുണ്ടായാലേ മക്കൾക്ക് ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നുണ്ട്. എന്നാ വീട്ടിലേക്ക് പോരെ, നമുക്ക് കാണാം. ഞാൻ ഇപ്പൊ തന്നെ വരും. എന്നാ ഞാൻ നിന്നെ കൊല്ലും. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? പാല് വിറ്റും കുടുംബശ്രീ പണിക്ക് പോയും കിട്ടുന്ന കാശുകൊണ്ട് ഈ വീട്ടിലെ ചെലവുകൾ നടത്താനല്ലേ പറ്റൂ, അല്ലാതെ കല്യാണം ഒന്നും നടത്താൻ പറ്റില്ലല്ലോ. എന്റെ കൺമുമ്പിൽ എന്റെ മോളിൽ ലക്ഷണം കെട്ടവളാണെന്നും അവൾക്ക് കല്യാണം നടക്കത്തില്ലെന്നും പറയുന്നത് കേട്ടിട്ടേ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്നത്. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാശ് തരാം, സ്വർണം തരാന്ന് പറഞ്ഞ് നമ്മുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആലോചന മതി. പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ ഇവളാ വീട്ടിൽ സന്തോഷമായി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സത്യസന്ധത അന്തസ്സും എന്താണെന്ന് ഈ നാട്ടുകാർക്കറിയാം. അതിനെയൊക്കെ വിലമതിക്കുന്നതിന്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു ആലോചന വരും. അങ്ങനെ ഒരാൾ വരുമ്പോ നമുക്ക് ലക്ഷ്മിയെ കല്യാണം കഴിച്ചു കൊടുക്കാം. എപ്പോഴാ ഇവിടെ മൂക്കി പല്ല് വന്നിട്ടോ? നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നേ? ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ? ഈ ലോകത്ത് ഇപ്പോഴും നല്ലവരുണ്ടെന്ന എന്റെ വിശ്വാസം. ഒരു സെൽഫി എടുത്ത് അയച്ചു തരുമോ പ്ലീസ്? എങ്ങനെയുണ്ട്? എന്നത്തെക്കാളും സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. നീ നോക്കിക്കോ, ഒരു നിബന്ധനയില്ലാതെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ തയ്യാറായി ഒരു പയ്യൻ എന്തായാലും വരും. ജനക, ദേ കണ്ണം വരുന്നുണ്ട്. അവന്റെ മുമ്പിൽ ആരും കരഞ്ഞോണ്ട് നിൽക്കണ്ട. മനസ്സമാധാനായിട്ട് ചാറ്റിയാനും സമ്മതിക്കില്ല. എന്തിനാ എന്റെ പെങ്ങള് കരയുന്നു ജനക? ഓ, ഇവക്ക് കരയാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അത് വെറുതെ ലക്ഷ്മിയുടെ കല്യാണക്കാരി ഓർത്തല്ലേ എവള് കരഞ്ഞേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? അതെനിക്ക് മനസ്സിലാവും. ആ ഒരു വിഷമത്തിന് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നത്. എന്ത് പരിഹാരം? ഞാൻ ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നു. അവളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറിയച്ഛൻ്റെ മകൻ അത് കണ്ടു.
അവന് ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു. ഈശ്വരന്റെ പ്രാർത്ഥന കേട്ടു. അതെ, പയ്യന്റെ വീട്ടുകാര് അവന്റെ ഒരു ഫോട്ടോ തന്നു വിട്ടിട്ടുണ്ട്. ലക്ഷ്മിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ട ഉടനെ കല്യാണം നടത്താം. പിന്നെ നാളെ നല്ലൊരു ദിവസമാണ്. അവര് പെണ്ണ് കാണാൻ നാളെ വരാമെന്നാ പറഞ്ഞു. ലക്ഷ്മിക്ക് പയ്യനെ ഇഷ്ടപ്പെടുന്ന കാര്യം ഇവിടെ നിൽക്കട്ടെ. ആദ്യം പയ്യന് ജോലി എന്താ, അവര് നമ്മളിൽ നിന്നെന്താ പ്രതീക്ഷിക്കുന്നൊക്കെ അറിയണ്ടേ? എന്നാലല്ലേ ഈ ബന്ധം നമുക്ക് ചേരുമെന്ന് മനസ്സിലാവൂ. അവര് വെറുതെ പെണ്ണ് കാണാൻ വന്നിട്ട് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു ചോദിച്ചിട്ട് ആലോചന മുടങ്ങിപ്പോയാൽ വീണ്ടും അതിന്റെ നാണക്കേട് കുടുംബത്തിനുണ്ടാവും. ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്കറിയില്ലേ. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ഒരു ആലോചന കൊണ്ടുവരുമോ? ദേ, പയ്യൻ തഹസീൽദാർ ഓഫീസിൽ ക്ലർക്കാ. അതെ, പയ്യനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഒരു ചീത്ത സ്വഭാവവും ഇല്ല. നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ആളാണ്. അതല്ല കണ്ണ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ പോലും 10 പവനെങ്കിലും ചോദിക്കും. ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ആ നിലയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. ചെറുക്കന്റെ വീട്ടുകാര് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന നീ എന്തിനാ ഇപ്പോഴേ ചിന്തിക്കുന്നേ? ആദ്യം അവര് വന്ന് ലക്ഷ്മിയെ കാണട്ടെ, അതിനുശേഷം അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ജനകരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ചേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവരെ വിളിച്ചൊന്ന് സംസാരിച്ചുകൂടെ? ചേട്ടൻ പറയുന്നത് പോലെ അവരൊരു നല്ല കൂട്ടരാണെങ്കിലോ? അവരൊന്ന് വന്ന് കണ്ടാലല്ലേ നമുക്കറിയൂ. ശരി, അവരോട് വരാൻ പറ, നമുക്ക് നോക്കാം. എന്നാ ഞാൻ പറയാം, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതാ പയ്യന്റെ ഫോട്ടോയാ, തുറന്നു നോക്ക്. നോക്കട്ടെ. മാറു, ഫോട്ടോ ലക്ഷ്മിക്കും കാണിച്ചു കൊടുക്ക്. ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നത് എന്റെ ദേവകി? ഇതെന്റെ കടമയല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വല്ലതും കഴിച്ചിട്ടോ കണ്ണ? വേണ്ട, ഇനി ഇവിടുന്ന് കഴിക്കുന്നത് കല്യാണ സദ്യ ആയിരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഭഗവാനെ, ഇതോടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തീർന്നാ മതി. കല്യാണം ഒന്ന് നല്ല രീതിയിൽ നടത്തി തരണേ. എടി, ആ ഫോട്ടോ ഒന്ന് കാണിക്കേ. ഇല്ല, തരില്ല. താടി പറ്റില്ല. അവിടെ നിൽക്ക്, അവിടെ മാറോ, ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ. ഒരു കാര്യേ, എന്ത് ചെയ്യൂന്ന് പറ. നിന്റെ മോളല്ലേ, അങ്ങനെ വരൂ. തരാനാ പറഞ്ഞ കുറച്ച് വേദനിക്കട്ടെ. എടി, ഫോട്ടോ കാണിച്ചു താ. എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞല്ലേ കണ്ണമാമ നിനക്ക് ഫോട്ടോ തന്നത്? തരില്ല. അതെന്താ? അവനവൻ ഒരു ഗുണവും ഇല്ലാതെ ആർക്കും ഉപകാരം ചെയ്യരുതെന്ന് എന്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ കാണാനുള്ള തിരക്ക് കാണുമ്പോ എനിക്ക് കാര്യമായ ഗുണം കിട്ടാതെ ഇത് കൊടുക്കരുതെന്നും മനസ്സിലായി. താടി പറ്റില്ല. എന്നാ പോ. ചേച്ചി ഒരു പാവല്ലേ, വെറുതെ മുഖം വീർപ്പിച്ചു പോണ്ട. കാണാൻ ചെക്കനും കൂട്ടരും വരുമ്പോ ഒരു ലക്ഷണക്കേട് തോന്നണ്ട. ഫോട്ടോ ഇത്ര നോക്കാൻ മാത്രം ഒന്നുമില്ല. ചേച്ചിയുടെ സൗന്ദര്യത്തിന്
ഇതിനേക്കാളും നല്ല ചെക്കന്മാരെ കിട്ടും. ഒന്ന് പോടി, എനിക്കിഷ്ടായി. ഹോ, ഇപ്പോഴേ ആളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയോ? പോടി. അങ്ങനെ എന്റെ ചേച്ചിക്ക് ചേർന്ന ചെക്കനെ കിട്ടിപ്പോയി. അച്ഛനും അമ്മയും കേക്കും, ഒച്ച വെക്കല്ലേ. ഒച്ച വെക്കും. എന്റെ ചേച്ചിയെ കുത്തുവാക്ക് പറഞ്ഞ് നോവിച്ചവരെല്ലാം ഈ വാർത്ത കേട്ട് ഞെട്ടണം. ചെക്കന്റെ ഫോട്ടോ കണ്ടിട്ട് അവരുടെയൊക്കെ കണ്ണെരിയണം. അതിന് ഞാൻ ചേച്ചി